അപ്പോൾ മച്ചന്മാരെ ഇന്ന് നമ്മളുടെ ഇടയ്ക്ക് ഒരുപാട് മിത്തുകൾ ആൾക്കാർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം സത്യമാണോ അതോ വെറുതെ ആൾക്കാർ ഓരോന്ന് ഇങ്ങനെ അടിച്ചിറങ്ങുന്നതാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ലെറ്റ്സ് ഗോ. അപ്പം മച്ചന്മാരെ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ തണ്ണിമത്തങ്ങ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മിത്ത് എന്ന് പറയുന്നത് ഈ തണ്ണിമത്തങ്ങ ആക്കിയകത്ത് ഈ റബ്ബർ ഒരുപാട് ഇങ്ങനെ എടുത്ത് വിട്ടാൽ ഇതൊരു പരിധി കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മിത്താണോ വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പോൾ അത് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ മിത്ത് ശരിക്കും മിത്തല്ല, അതൊരു ഫാക്ട് തന്നെയാണ്. ഇത് മിത്തല്ല. നമ്മൾ തണ്ണിമത്തങ്ങക്കകത്ത് ഒരുപാട് റബ്ബർ വെച്ച് ഇങ്ങനെ വെച്ചാൽ അതിപ്പോൾ പൊട്ടിയതുപോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പം മച്ചന്മാരെ നമ്മുടെ അടുത്ത മിത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബൈസെപ്സിൽ ഈ മുട്ട വെച്ച് ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റത്തില്ല എന്നൊരു മിത്തുണ്ട്. ഇത് മിത്താണോ ഫാക്റ്റ് ആണോ എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അത് ഞാനൊന്ന് ചെയ്ത് നോക്കാം. പറ്റുന്നില്ല, പറ്റുന്നില്ല. ഞാൻ സത്യമായിട്ട് ഞാൻ കള്ളം പറയല്ല, പറ്റുന്നില്ല. ബൈസെപ്സിൽ മുട്ട വെച്ച് പൊട്ടിക്കാൻ ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഇത് മുട്ടേന്റെ ആണോ നിങ്ങൾക്കൊരു തെളിയിച്ചാൽ അതാണ് നോക്കിയോ. അടിത് ഇത് ഒറിജിനൽ മുട്ട തന്നെയാണ്. ഈ മുട്ട നമുക്ക് ബൈസെപ്സ് വെച്ച് പൊട്ടിക്കാൻ പറ്റത്തില്ല എന്നുള്ള നമ്മുടെ രണ്ടാമത്തെ മിത്ത്. അതൊരു വെറും മിത്തല്ല ഗൈസ്, അതൊരു ഫാക്ട് തന്നെയാണ്. നമുക്ക് ബൈസെപ്സിൽ നമ്മുടെ മുട്ട വെച്ച് പൊട്ടിക്കാൻ പറ്റത്തില്ല. അതെന്താന്ന് എനിക്കറിയത്തില്ല, ഇതെന്തോ അതെനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് നേരെ അടുത്ത മിത്തിലോട്ട് പോവാം. അപ്പം മച്ചന്മാരെ നമ്മുടെ അടുത്ത മിത്ത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ഈ കൈ കൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു റൗണ്ട്, അതായത് കറക്റ്റായിട്ടുള്ള വൃത്തം വരയ്ക്കാൻ പറ്റത്തില്ലെന്ന് ചെറിയൊരു മിത്തുണ്ട്. അപ്പോൾ ഇത് മിത്താണോ ഫാക്റ്റ് ആണോ നമുക്കിപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പറ്റുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കി വെക്കണ്ടെങ്കിലും. ഇത് കറക്റ്റ് ഒരു വട്ടമായിട്ട് വന്നിട്ടുണ്ട്, ഏകദേശം ഒരു കറക്റ്റ് വട്ടം വന്നിട്ടുണ്ട്. അപ്പൊ പക്ഷെ വരെ നമ്മുടെ അടുത്ത മിത്ത് വേറെ ഒരു മിത്ത് തന്നെയാണ്. നമുക്ക് ഒരിക്കലും കൈവച്ച് ഒരു കറക്റ്റ് ഒരു വൃത്തം വരച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ അടുത്ത മിത്തിലോട്ട് പോവാം. അപ്പൊ പക്ഷെ വരെ നമ്മുടെ അടുത്ത മിത്ത് എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ബലൂൺ ഉണ്ട്. ഈ ബലൂണിനകത്ത് വെള്ളം നിറച്ചിട്ട് നമ്മൾ ഈ ലൈറ്റർ വെച്ച് ഇങ്ങനെ കത്തിച്ചാല് അത് പൊട്ടത്തില്ലെന്നൊരു ചെറിയൊരു മിത്തുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ വെള്ളം നിറച്ച ബലൂൺ നമുക്കിനി ഒന്ന് കത്തിച്ച് നോക്കാം. ഇത് പൊട്ടത്തില്ലെന്നാ പറയുന്നത്, എന്നാലും നമുക്കൊന്ന് നോക്കാം. കത്തുപടി കാണുന്നവരല്ല എൻ്റെ അടുത്ത് ഇടുക്കി കത്തിയാൽ ഇത് കത്തും തന്നെയാണ്. കത്തുന്നുണ്ടേ, കണ്ടല്ലായിരുന്നു. കത്തുന്നുള്ള അപ്പൊ മച്ചന്മാരെ നമ്മുടെ ഈ മിത്ത് വേറൊരു മിത്തല്ല, അതൊരു ഫാക്ട് തന്നെയാണ്. വെള്ളം നിറച്ച ബലൂണിനകത്ത് നമ്മൾ ലൈറ്റർ വെച്ച് കത്തിച്ചാൽ അത് കത്തത്തില്ല, അതൊരു മിത്ത് തന്നെയാണ്. നമ്മൾ കത്തിച്ചതിന്റെ പാട് ഒരുപാട് ഉണ്ടായി. അപ്പൊ നമ്മൾ വെള്ളം നിറച്ച ബലൂണിനകത്ത് നമ്മൾ ലൈറ്റർ വെച്ച് ഇങ്ങനെ കത്തിച്ചാൽ അതൊരിക്കലും കത്തത്തില്ല, അതൊരു മിത്തല്ല, അതൊരു ഫാക്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് നേരെ അടുത്ത മിത്തിലോട്ട് പോവാം. അപ്പം പക്ഷേ വരെ നമ്മൾ അടുത്ത മിത്ത് എന്താന്ന് ചോദിച്ചാല് പെപ്സിക്കകത്ത് നമ്മുടെ മെൻഡോസ് ഇട്ടാല് അതിങ്ങനെ പൊങ്ങി വരും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും നമുക്കൊരു മിത്താണല്ലോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. പുതിയ പെപ്സിയാണേ. അപ്പോൾ വരെ നമ്മുടെ സംഭവം സക്സസ് തന്നെയാണ്. പെപ്സിക്കകത്ത് മെൻഡോസ് ഇട്ടാണ്ട് ഇങ്ങനെ പറഞ്ഞു വരും.
അപ്പോൾ അച്ഛന്മാരെ നമ്മുടെ പെപ്സിക്കകത്ത് മെൻഡോസ് ഇട്ടാൽ പതഞ്ഞ് വരുമെന്നുള്ള കാര്യം മിത്തല്ല, അതൊരു ഫാക്ട് തന്നെയാണ്. നമുക്കിനി അടുത്ത മിത്തിലോട്ട് പോകാം. അപ്പോൾ അച്ഛന്മാരെ നമ്മുടെ അടുത്ത മിത്ത് എന്താണെന്ന് പറഞ്ഞാൽ പെപ്സിക്കകത്ത് മെൻഡോസ് ഇട്ടാൽ അത് കുടിക്കാൻ പറ്റത്തില്ലെന്നൊരു മിത്താണുള്ളത്. ഒരിക്കലും നമ്മൾ ഈ പെപ്സി കുടിച്ച് കഴിഞ്ഞ് അതിൻ്റെ പുറകിന് മെൻഡോസ് കഴിക്കരുതാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പൊട്ടിച്ചതുകൊണ്ടാ പൊങ്ങി വരാത്ത. നമുക്ക് ഒന്ന് കുടിച്ച് നോക്കാം. അങ്ങനെ പറ്റിയേ. അപ്പോൾ അച്ഛന്മാരെ പെപ്സിക്കകത്ത് മെൻഡോസ് ഇട്ടാൽ കുടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ വെറും മിത്ത് മാത്രമാണ്. എന്ന് വെച്ചാൽ ആരും അങ്ങനെ ചെയ്യരുത്. ഞാൻ പെപ്സിക്ക് അകത്തോട്ട് മെൻഡോസ് ഇട്ടാൽ വെള്ളമാണ് കുടിച്ചത്, അതല്ല ഞാൻ രണ്ടും കൂടെ കഴിച്ചതല്ല. അപ്പോൾ ഇത് വെറും ഒരു മിത്ത് മാത്രമാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത മിത്തിലോട്ട് പോവാം. അപ്പം അച്ഛന്മാരെ നമ്മുടെ അടുത്ത മിത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ബലൂൺ ഉണ്ടല്ലോ, ഈ ബലൂൺ വീർപ്പിച്ച് അതിനകത്തോട്ട് ഇത് കുറേ ഉണ്ടായിരുന്നു. ഇവന്മാരെല്ലാം ഇത് കുടിച്ച് തീർത്തിയാണ്. ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞ് ഇത് ചെയ്യാൻ വെക്കണം, ഇവരെല്ലാം കുടിച്ച് തീർത്ത്. അപ്പോൾ ഈ ഉള്ള സാധനം വെച്ച് നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോകണം. അതായത് ബലൂണിനകത്ത് നമ്മൾ പെപ്സി ഇങ്ങനെ ഒഴിച്ചാൽ ഇത് പൊട്ടും എന്നൊരു മിത്തുണ്ട്. ഇത് മിത്താണോ ഫാക്റ്റ് ആണോ എന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. വരെ നമ്മൾ ബലൂൺ വീർപ്പിച്ച് കഴിഞ്ഞ് ഈ ബലൂണിനകത്ത് നമ്മൾ ഈ പെപ്സി ഇങ്ങനെ ഒഴിക്കാൻ പോവാണ്. ഞാൻ സത്യം പറയട്ടെ, ഞാനത് കൈവച്ച് പൊട്ടിച്ചാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ കൈവച്ച് പൊട്ടിച്ചാണ്. ഇത് നമ്മൾ റിയൽ ആയിട്ട് പെപ്സി ഒന്നും ബലൂണിനെ മണ്ടയ്ക്കൊന്ന് ഒഴിച്ച് നോക്കാം. ഒരിക്കലും പൊട്ടത്തില്ല, ഞാൻ പറഞ്ഞില്ല. ഒരിക്കലും ബലൂണിനകത്ത് പെപ്സി ഇങ്ങനെ ഒഴിച്ചാൽ ഒരിക്കലും പൊട്ടത്തില്ല. അത് വെറും ഒരു മിത്ത് മാത്രമാണ്. നേരത്തെ ഞാൻ കൈവച്ച് പൊട്ടിച്ചാണ്. അപ്പൊ നമുക്ക് നേരെ അടുത്ത മിത്തിലോട്ട് പോവാം. അപ്പം മച്ചാന്മാരെ പിന്നെയും നമ്മൾ ഈ മുട്ട വെച്ചാണ് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വന്നത്. ഈ 2 മുട്ട ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ഇടിച്ചാൽ ഇത് ഒരു മുട്ട പൊട്ടത്തോളൂ, ഒരു മുട്ട അതിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് മിത്താണോ ഫാക്റ്റ് ആണോ എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമുക്കൊന്ന് കൂട്ടിയിടിച്ച് നോക്കാം അല്ലേ. അപ്പോൾ മച്ചാന്മാരെ ഇതൊരു മിത്തല്ല, ഇതൊരു ഫാക്റ്റ് തന്നെയാണ്. 2 മുട്ട കൂട്ടി ഇടിച്ചാൽ ഒരു മുട്ട എന്തായാലും സർവൈവ് ചെയ്യും, ഒരു മുട്ട പൊട്ടും. അപ്പോൾ നമ്മുടെ ഈ മിത്ത് ഒരു ഫാക്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത മിത്തിലോട്ട് പോകാം. അപ്പം മച്ചാന്മാരെ നമ്മൾ അടുത്ത മിത്ത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് പാല് ഈ പാലിനകത്തോട്ട് ഈ പെപ്സി ഒഴിച്ചാൽ ഇത് പ്യൂർ വെള്ളത്തിൻ്റെ കളറാകുമെന്നൊരു മിത്തുണ്ട്. ഇത് മിത്താണോ ഫാക്റ്റ് ആണോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉപയോഗിച്ച പെപ്സിയുടെ ബാക്കിയും ഉണ്ട്. അത് നമ്മൾ ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ മച്ചാന്മാരെ ഇത് വെറും ഒരു മിത്ത് തന്നെയാണ്, ഇതൊരിക്കലും ഒരു ഫാക്റ്റ് അല്ല. ഒരിക്കലും പാലിനകത്ത് പെപ്സി ഒഴിച്ചാൽ അത് വെള്ളത്തിൻ്റെ കളർ ആവത്തില്ല. അപ്പം നമുക്ക് നേരെ അടുത്ത മിത്തിലോട്ട് പോവാം. നമ്മൾ അടുത്ത മിത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഉള്ളി ഇങ്ങനെ അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരും അല്ലെങ്കിൽ കരയും എന്നുള്ളൊരു മിത്തുണ്ട്. ഇത് ശരിക്കും മിത്തല്ല, അത് ശരിക്കും ഉള്ള കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഏകദേശം നമ്മൾ 3 ഉള്ളിയോളം ഇതേപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇത്രയും അരിഞ്ഞിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് ഇതുവരെ വെള്ളം വന്നില്ല. പക്ഷേ ഉള്ളി അരിഞ്ഞ് എന്തായാലും കണ്ണിൽ നിന്ന് വെള്ളം വരും, അതൊരു മിത്തല്ല, അതൊരു ഫാക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ഈ വീട്ടിലൊക്കെ ഉള്ളി അരിയുന്നവരൊക്കെ ആകുമ്പോൾ അവർക്കൊക്കെ അറിയും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെയാലും മനസ്സിലാവും. ചെറുതായിട്ട് എൻ്റെ കണ്ണൊന്നും എരിക്കുന്നതല്ല, ചിലപ്പോൾ ഒരു പക്ഷേ ഈ പുറത്തോ ഏരിയ വെച്ച് ഈ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും കണ്ണിൽ നിന്ന് വെള്ളം വരാത്തത്. പക്ഷേ എന്തായാലും 100% ഉറപ്പാണ് ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരും എന്നുള്ളൊരു മിത്തല്ല, ഒരു ഫാക്റ്റ് തന്നെയാണ്. അപ്പം നമുക്ക് നേരെ അടുത്ത വീഡിയോയിലോട്ട് പോവാം. അപ്പം മച്ചാന്മാരെ നമ്മൾ അടുത്ത മിത്ത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ബലൂൺ ഉണ്ടല്ലോ, ഇത് വീർപ്പിച്ചിട്ട് അതിനകത്ത് ഈ നാരങ്ങ നീര് ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ ഈ ബലൂൺ പൊട്ടും എന്നൊരു മിത്തുണ്ട്. ഇത് മിത്താണോ ഫാക്റ്റ് ആണോ എന്നാണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ അത് നോക്കി കളയാവുന്ന. ഇതിനകത്തോട്ട് നമ്മൾ ഈ നാരങ്ങ നീര് ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ പോവാണ്. ഇത് സ്പ്രേ ചെയ്യുമ്പോൾ ഇത് പൊട്ടുമെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ മച്ചാന്മാരെ അതൊരു മിത്തല്ല, അതൊരു ഫാക്റ്റ് തന്നെയാണ്. ബലൂണിനകത്തോട്ട് നാരങ്ങ നീര് സ്പ്രേ ചെയ്താൽ അതെന്തായാലും പൊട്ടിപ്പോകും, അതൊരു ഫാക്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയിലോട്ട് പോവാം. ഒന്ന് അനങ്ങിയൊക്കെ ഇരിക്കണം, ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ശരി, ഇവരെ കൊണ്ട് നമുക്ക് നേരെ ഒന്ന് നടത്തി വെക്കുമ്പോൾ അവൻ്റെ കണ്ണ് കെട്ടി ഈ കണ്ണ് കെട്ടിക്കൊണ്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് നടക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പുറത്തോട്ട് വീഴും. ഇവൻ നടന്നത് കണ്ടല്ലോ, എന്തായാലും ഇവൻ കറക്റ്റ് നേരെയാണ് നടന്നുകൊണ്ട് നമുക്കത് മനസ്സിലായി. അപ്പോൾ മച്ചാന്മാരെ
നമ്മുടെ മിത്ത് ഇത് വേറൊരു മിത്ത് തന്നെയാണ്. ഒരിക്കലും നമുക്ക് കണ്ണ് കെട്ടിക്കൊണ്ട് നേരെ നടക്കാൻ പറ്റത്തില്ല. ഇതൊരു മിത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത മിത്തിലോട്ട് പോവാം. അപ്പം മച്ചാന്മാരെ, നമ്മുടെ ഈ പേപ്പർ കപ്പ് ഉണ്ടല്ലോ, ഈ പേപ്പർ കപ്പിനകത്ത് വെള്ളം നിറച്ചിട്ട് നമുക്കിങ്ങനെ കത്തിച്ചാൽ ഇത് കത്തത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് മിത്താണോ ഫാക്റ്റാണോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കപ്പിനകത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊനി ഒന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ വെള്ളം നിറച്ച പേപ്പർ കപ്പിനകത്ത് വെച്ച് ഇത് കത്തിച്ചാൽ ഇത് കത്തത്തില്ല. അതിൻ്റെ വെള്ളം കണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് അടിഭാഗത്തൊന്ന് ചെറിയൊരു ചൂട് വന്നിട്ടേ ഉള്ളൂ. ഇതല്ല ഒരിക്കലും കത്തിപ്പിടിക്കത്തില്ല. അപ്പം ഇതൊരു മിത്തല്ല, ഇതൊരു ഫാക്റ്റ് തന്നെയാണ്, നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ അടുത്ത മിത്തിലോട്ട് പോവാം. അപ്പോൾ ലാസ്റ്റായിട്ട് ഒരു ഒറ്റ മിത്തും കൂടെ ഞാൻ പറയാം. നമുക്ക് ഒരു വർഷം കൊണ്ട് 100K സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ പറ്റത്തില്ലെന്ന് ചെറിയൊരു മിത്തുണ്ട്. അപ്പോൾ അത് എൻ്റെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്കൊരു മിത്ത് ഫാക്റ്റാക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.